നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാടിനടുത്ത് കരുവിളം എന്ന് പറയുന്ന സ്ഥലത്താണ്. മൊബൈൽ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് ഇവിടെ പ്രദേശവാസികൾ. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ചേരുന്നത്. ഏതായാലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ പ്രതിസന്ധി, അവരുടെ പ്രശ്നം എന്താണെന്ന്. ടീച്ചർ, ഇപ്പോൾ എന്താണ് നിലവിൽ നിങ്ങൾ നേരിടുന്ന ഈ പ്രതിസന്ധി? ഇപ്പോൾ ഈ ടവർ ഇവിടെ വരുന്നത് സംബന്ധിച്ച് എന്താണ് കാര്യങ്ങൾ? അത് ഇവിടെയുള്ള ആരുടെ അനുമതിയൊന്നും കൂടാതെയാണ് ഇവിടെ ഈ നിർമ്മാണം നടക്കുന്നത്. ഞങ്ങൾ തന്നെ വളരെ വൈകിട്ട് ഇതൊക്കെ കുറച്ച് പൊക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ അറിയുന്നത് തന്നെ. അപ്പോൾ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരിക്കലും ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നത് ഇവിടെയൊക്കെ ധാരാളം വീടുകളുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ വലിയ ധനികരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല താനും. അപ്പോൾ ഇത്തരം ആളുകളുടെയൊക്കെ കാരണം നമുക്കറിയാം, ഒരു ടവർ വന്നു കഴിഞ്ഞാൽ പിന്നീട് ധാരാളം പ്രശ്നങ്ങൾ. ഇപ്പോൾ ആദ്യം ഒന്നാണെങ്കിലും പിന്നീട് അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ധാരാളം മറ്റ് കമ്പനികൾ കൂടി വരുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പിന്നെ ഇതിന് ചുറ്റുപാടായിട്ട് ധാരാളം ടവറുകൾ, 7ഓളം ടവറുകൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നമുക്ക് റേഞ്ചൊക്കെ കിട്ടുന്ന സ്ഥിതിയുണ്ട്. മൊബൈലൊക്കെ ഉപയോഗിക്കേണ്ടതെന്നവർ പറയുന്നില്ല, ഉപയോഗിക്കാനുള്ള ആ റേഞ്ചൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു അനാവശ്യമായിട്ടുള്ള, അതായത് എല്ലാവരെയും ദ്രോഹിക്കാനുള്ള, സമീപവാസികളെ ഒക്കെ ദ്രോഹിക്കാനുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മനുഷ്യൻ്റെ സമാധാനപരമായിട്ട് ആരോഗ്യപരമായിട്ട് ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല ധാരാളം മറ്റുള്ള ജീവജാലങ്ങളെ, മനുഷ്യന് മാത്രമല്ല ഇത് ദോഷകരമായിട്ട് മാറുന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൂടി ദോഷകരമാവുന്ന രീതിയിലാണ് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ഭരണാധികാരികൾ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് ഇത് ഒഴിവാക്കി തരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഭരണാധികാരികളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഈ സാങ്കേതികപരമായി നമ്മൾ മുന്നേറാനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ടവറുകൾ അനിവാര്യവുമാണ്. ഇത്തരം ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വേണ്ട എന്നതാണോ ടീച്ചർ ഒരു അഭിപ്രായം? സാങ്കേതികപരമായിട്ട് മുന്നേറുക എന്ന് പറയുമ്പോൾ, അതിൻ്റെ അമിതമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം മനുഷ്യൻ ജീവിച്ചിരുന്നാലല്ലേ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആരോഗ്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പിന്നെ അത്തരം വികിരണങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന് ഉയർച്ച അല്ലെങ്കിൽ വികസനം വേണ്ടാന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ അത് എല്ലാവർക്കും കൂടുതൽ ജനവാസ സ്ഥലങ്ങളിൽ നിന്ന് ഇത് ഒഴിവാക്കിയിട്ട് കൂടുതൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് പറയാനുള്ളത്. ടീച്ചറെ മനസ്സിലാക്കുന്നത്, ടീച്ചർ വീട്ടിനടുത്തായി ഇത്ര ഒരു ടവർ വീട്ടിനടുത്തായതുകൊണ്ട് മാത്രമൊന്നുമല്ല, എല്ലാവരുടെയും. നേരത്തെ ഒരു ടവർ ടീച്ചർ വീട്ടിനടുത്തുണ്ടായിരുന്നു, അത് പിന്നീട് പരാതി കൊടുത്തു, പിന്നെ മാറ്റുന്ന സാഹചര്യമാണ്. അത്തരൊരു സാഹചര്യം ഉണ്ടായി. അതിനും എല്ലാ നാട്ടുകാരുടെയും ചുറ്റുപാടുള്ള എല്ലാവരുടെയും സഹകരണം അന്നേരം കിട്ടിയിരുന്നു. ഇപ്പോഴും എല്ലാവരും, ഈ കാണുന്ന ആൾ മാത്രമല്ല, മറ്റു ധാരാളം ആളുകൾ ഇതിന് സപ്പോർട്ടീവായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയും ഇത് ഒഴിവാക്കാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക. എന്തായാലും കൂടുതൽ പേർ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് നിങ്ങൾ ഇവിടെ എത്രത്തോളം വീടുകൾ ഈ ഭാഗത്ത് ഉണ്ട്? എന്താണ് ഇവിടെ 100-100ഓളം വീടുണ്ട് ചുറ്റുപാട്. എൻ്റെ വീടിന് തൊട്ട് മുന്നിലായിട്ടാണ് ഈ ടവർ വരുന്നത്. ഞങ്ങളുടെ ഒരു പെർമിഷനും ഇല്ലാണ്ടാണ് ഇത് വരുന്നത്. ഇത് ഇത്രയും കെട്ടിപ്പൊക്കിയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അപ്പം ഇതെന്തായാലും ഇത് വേണ്ടാന്നുള്ളത് തന്നെയാണ് നമ്മളൊരിത്. ഇത് പഞ്ചായത്തോ മറ്റവരോട് ബന്ധപ്പെടുമ്പോൾ എന്താണ് അവരിൽ നിന്ന് ഇപ്പം നമുക്ക് ഒരു ലെറ്റർ വന്നത്, ഇത് കളക്ടറെ പെർമിഷനോടുകൂടി എല്ലാ പെർമിഷനും കൂടി ആയിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഇതെന്തായാലും തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഒരു ലെറ്ററാണ് നമുക്ക് കിട്ടിയത്. എന്ത് ടവറാണ് വരുന്നത്? ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാടക എടുത്ത് അത്തരത്തിൽ ടവർ, ഇതിനെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ടോ? ഇല്ല, ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണെന്നറിയാം. നമ്മൾ അവരോടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നാലും ഒരു മാറ്റമൊന്നും കാണുന്നില്ല, പണി നടക്കുമെന്നാണ് പറയുന്നത്. ഈ ജനവാസ മേഖലയിലാണ് ഈ ടവർ വരുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഈ ടവർ നിർമ്മാണത്തിനെതിരെ ജനങ്ങൾ ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഏതായാലും ഈ കമ്പനി ഇതുവരെ ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ജനങ്ങളും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പേർ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഞങ്ങളാരും തന്നെ മൊബൈൽ ടവറിന് എതിരല്ല. പക്ഷേ നമ്മുടെ ഈ പ്രദേശത്തുള്ള ഒരാൾ പോലും ഇവിടെ റേഞ്ചില്ലെന്നോ ഇവിടെ ഒരു മൊബൈൽ ടവർ വേണമെന്നോ ആരും തന്നെ ആവശ്യപ്പെടാതെ ഇവിടുത്തെ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഈ സ്വകാര്യ കുത്തക മുതലാളിമാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ കുത്തക മുതലാളി എന്ന് വെച്ചാൽ ഇത് മൊബൈൽ ദാതാക്കളല്ല ഈ ടവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഇൻഡസ് ടവർ എന്നൊരു പ്രൈവറ്റ് കമ്പനിയാണ്. സ്വകാര്യ മേഖലയിലെ കമ്പനികൾ നിർമ്മിച്ചാൽ അവർക്ക് യഥേഷ്ടം 10-15 മൊബൈൽ ദാതാക്കളെ കൊണ്ടുവരാനും
ഇനി ഭാവിയിൽ വരുന്ന 5G ആണ്. അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ ഈ പ്രദേശത്തിലെ സാധാരണ ജനങ്ങൾക്കോ ഇവിടുത്തെ ജീവജാലങ്ങൾക്കോ ഒരിക്കലും ഉണ്ടായി എന്ന് വരില്ല. ഇപ്പോൾ തന്നെ ഈ പ്രദേശത്ത് നമ്മുടെ ഈ 31-ാം വാർഡിൽ 625-ലധികം വീടുകളുണ്ട്. ഇത്രയും വീട് ജനങ്ങൾ ഇടതങ്ങി പാർക്കുന്ന ഈ പ്രദേശത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഈ ടവർ നിർമ്മാണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ കമ്പനിയും അധികാരികളും പറഞ്ഞത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ടവർ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ നിമിഷം വരെ അവർ നഗരസഭയിൽ ബന്ധപ്പെടുകയോ അവിടെ യാതൊരു ഇൻറ്റിമേഷൻ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നമ്മൾ എല്ലായിടത്തും അന്വേഷിക്കുകയും വിവരാവകാശ പ്രകാരം എല്ലാ രേഖകളും ഹാജരാക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ അവർ ഏകപക്ഷീയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നടപടിക്കെതിരെ എന്തു വന്നാലും ഈ ടവർ നിർമ്മാണം ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ നാട്ടുകാർ ഒന്നടങ്കം അധികൃതരോട് ആവശ്യപ്പെടുകയാണ് നിർത്തിവെക്കുവാൻ. അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രദേശത്തിലെ 200-ഓളം ജനങ്ങൾ ഒപ്പിട്ട നിവേദനം ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും അദ്ദേഹം ഏകപക്ഷീയമായി ഈ കുത്തക മുതലാളിമാർക്ക് വേണ്ടി ടവർ നിർമ്മിക്കുവാനുള്ള അനുമതി നൽകിയിരിക്കുകയുമാണ്. ഈ സാധാരണ ജനങ്ങൾ കളക്ടർ അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലാതെ വേറെ എവിടെയാണ് സമീപിക്കേണ്ടത്? അത് സർക്കാരിനുള്ള ഒരു താക്കീത് കൂടിയായി നമ്മൾ ഈ പ്രതിഷേധ സമരം ഉന്നയിക്കുകയാണ്. എന്തു വന്നാലും ഈ ടവർ നിർമ്മാണം ഞങ്ങളുടെ ജീവൻ നൽകിയും ഈ ടവർ നിർമ്മാണം ഇവിടെ അനുവദിക്കുകയില്ല എന്ന് ശക്തിയുക്തം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും അസുഖം വരുന്നതും പിന്നെ ഇവിടെ കുറേ കുട്ടികളുണ്ട്, അസുഖം എല്ലാ കുട്ടികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്, പിന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാവരും ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഇത് വരുന്നത് നമ്മളൊന്നും അറിയില്ല. ഞാൻ ചോദിച്ചു ഒരു ദിവസം ഇതെന്തെന്ന് ഇവിടെ വരുന്നത്, ഇത് കെട്ടിടം വരുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്തെന്ന് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് പൊന്തി വരുന്നു. നമ്മൾ പറഞ്ഞാൽ ജോലിക്ക് പോകുന്നതാണ്. നമ്മൾ രാക്കൊണ്ട് പോയാൽ രാത്രി 8 മണിയാകുമ്പോൾ വരുന്നതാണ്. പിന്നെ കുറച്ച് വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ മിഞ്ഞാന്നേക്ക് നല്ലോണം കൂടിക്കൊണ്ടേ വന്നു. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ടവർ വരുന്നുണ്ട്, പിന്നെ നമ്മ എന്തെന്ന് ആക്കലെന്ന് പറഞ്ഞു. എല്ലാവർക്കും അസുഖം വരുന്നു. അതെല്ലാം ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുന്ന ഓരോരോ ആൾക്കാർ. നമുക്ക് പിന്നെ ഒറ്റക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരും പറഞ്ഞിട്ട് ഞങ്ങളും വന്ന് ഇവിടത്തേക്ക് സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടാന്നില്ല അഭിപ്രായം. നമ്മൾ ഇവിടെ വേണ്ട, വേറെ എവിടെയെങ്കിലും പോയിക്കോട്ട്, നമ്മളെ നാട്ടിൽ വേണ്ടാന്നേ നമുക്കില്ല. ഈ ടവർ ഇവിടെ ഉയരുന്നത് സാധാരണ ജനങ്ങൾക്ക് വളരെ ഭീഷണിയാണ്. സാധാരണക്കാരെ ആരും തന്നെ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ അറിയില്ല. രാത്രിക്ക് രാത്രിയാണ് ഇവർ ഓരോ സാധനം ഇറക്കുന്നതും അതുപോലെ തന്നെ ഇത് കെട്ടിപ്പൊക്കുന്നതും. അത് എന്തായാലും ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ്. അത് എന്തായാലും ഈ ടവറിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഇനി അങ്ങോട്ട് ജനങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വളരെ ഈ നാട് ഇപ്പം ഇപ്പം നമ്മളോട് ഒന്നിച്ച് കൂടിയിരിക്കുന്ന ആളുകളുടെ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം ഇതിന് എന്തോ ഒരു ഗൂഢമായ ഒരു ലക്ഷ്യമുണ്ട്. ആരും അറിയാതെ പെട്ടെന്ന് എന്തോ ഒരു ഭീതി അവർക്കുണ്ട്. അതായത് നിർമ്മാണ കമ്പനിക്ക് അങ്ങനെ പെട്ടെന്ന് പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വളരെ വ്യക്തമാണ്. പിന്നെ ആരും അറിയാതെ രാത്രിയിൽ വന്ന് സാധനങ്ങൾ ഇറക്കുന്നു, പണിയെടുക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ചുറ്റുപാടുള്ള ആരും തന്നെ ഇങ്ങനെ ഒരു ടവർ ഇവിടെ നിർമ്മിക്കുന്നു എന്ന് മുൻകൂട്ടി അറിയില്ല. ജനങ്ങൾ ആരും വികസനത്തിന് എതിര് എന്ന് പറയില്ല. പക്ഷേ വികസനം ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ അവർക്ക് അനങ്ങാതിരിക്കാൻ പറ്റില്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങളൊക്കെ ആശങ്കയിലാണ്. എന്താണ് സംഗതി? അവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയിലാണ്. ഇപ്പോൾ തൊട്ടടുത്ത വീട് പൊന്നുംവില കൊടുത്ത് എടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ഈ ടവർ വരുന്നത് അറിയില്ല. ടവർ വരുമ്പം ഭൂമിക്ക് കുത്തനെ വില ഇടിയുന്നു. അങ്ങനെ ഒരു സ്ഥിതിയും ഇവിടെ സംജാതമാണ്. കുഞ്ഞു ഭാവികൾക്ക് ഇത് മോശമാണ്. നാളേക്ക് ഞങ്ങൾക്കെല്ലാം വയസ്സായതിനെ കൊണ്ട് നമുക്കെല്ലാം ഇത് മുമ്പിലോട്ട് പോയാൽ നമുക്ക് മോശമാണ്. ഞങ്ങളൊന്നും ഒപ്പും ഈ നാട്ടുകാർ എത്രയോ മുഴുവൻ ആൾക്കാരുണ്ട്. ആൾക്കാർ ഒരു ഒപ്പ് മേണിക്കാതാണ് അവർ ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. അത് ഞങ്ങളുടെ അടുത്ത് എത്ര ചുറ്റുപാട് ജനങ്ങളുണ്ടെന്ന് അവർ വിചാരിക്കുന്നത്. അവർക്ക് എന്തിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തിനാന്ന് ഇവർ ചെയ്യുന്നതെന്ന്. നമുക്ക് കുഞ്ഞു മക്കളുണ്ട്, നമ്മളെ ഭാവി നമുക്ക് വയസ്സായി. അപ്പോൾ അതുകൊണ്ട് നാളേക്കില്ല ചെറിയ കുട്ടികൾക്ക് വളരണം. ഈ വീട്ടിൻ്റെ നടുക്ക് വേറെ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലം ഉണ്ടായാലും അവർ ഇടുന്നതിന് നമ്മൾ ഒരു എതിർപ്പല്ല.
കുറേ കുടിയുണ്ട് ഇവിടെ. ഈ കുടിയുടെ നടുക്ക് അവർക്ക് കൊണ്ടുവന്നിട്ട് വെക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇതാണ്, മോശമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചുറ്റുവട്ടത്ത് എത്ര അടുത്തടുത്ത് വീടുണ്ട്. ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിലാണെങ്കിൽ പെർമിഷന് വേണ്ടിയിട്ട് സൈൻ ചെയ്യാനോ ഒന്നിനും ഈ പരിസരത്ത് ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരം എൻ്റെ വീട്. ഞാൻ അറിയുന്ന തന്നെ ഇവിടെ അടുത്തുള്ള ഒരാൾ വിളിച്ചിട്ടാൻ പറഞ്ഞു ഇങ്ങനെ ടവർ നിർമ്മിക്കുന്നില്ല. ഈ പെർമിഷൻ വാങ്ങണം ശരിക്കും പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ ആരും അറിയാതിരിക്കില്ല. ഇത് അവരറിഞ്ഞിട്ടാന്ന് പറയുമ്പോൾ അതിൽ എന്തെന്ന് അർത്ഥമില്ല. ആരോടാ ഈ പെർമിഷനിൽ മേടിക്കേണ്ടത്? ജനങ്ങളോടല്ലേ, തൊട്ടടുത്ത ജനങ്ങളോട്. ഈ ചുറ്റുവട്ടത്തിൽ ഒരു ജനങ്ങളോടെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലും. പക്ഷേ ഈ സൈൻ ചെയ്തിട്ട് 100 സൈൻ ചെയ്തിട്ട് വാങ്ങിന് 1000 മനുഷ്യൻ എന്നിട്ട് പറഞ്ഞാലും ഈ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും ഒരു വീട്ടിൽ ചോദിക്കണ്ടേ? ഇത് വാങ്ങുന്നവരെന്തെങ്കിലും ആട്ട്, വാങ്ങിയവരെന്തായാലും ഒന്ന് അന്വേഷിക്കാൻ എൻക്വയറിക്ക് വരില്ലേ? ആ എൻക്വയറിക്ക് വരെ വന്നിട്ടാ ഈ സൈൻ വാങ്ങി കൊണ്ടുപോയവർ അവരോട് പൈസ വാങ്ങിയിട്ട് ചെയ്തതാണ്. അത് വ്യക്തമായിട്ട് തന്നെ അവർ നമ്മളോട് പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് കാശ് ഇറക്കിയിട്ടാണ് ഞങ്ങൾ ഈ ടവറിന് പെർമിഷൻ വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എന്ത് ഇത് വന്നാലും ഞങ്ങൾ എന്തായാലും ടവർ നിർമ്മാണം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ എതിർക്കാൻ കഴിയുന്നത്ര എതിർത്തോ. പക്ഷെ ഞങ്ങൾ ഇടയില്ലവർക്ക്, ഞങ്ങളെ ചുറ്റുവട്ടത്തില്ലവർക്ക് ഭീഷണിയാണ്. ചുറ്റുവട്ടത്തിൽ നിന്നല്ല, ഈ ഭാഗത്തിനൊരു പക്ഷിമൃഗാദികൾ പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. നാട് നശിച്ച് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ ടവർ നിർമ്മാണം മുന്നോട്ട് പോകുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് തന്നെ നമ്മൾ ഇടയില്ലവർ ഇത് എതിർക്കും തന്നെ നിൽക്കുന്നത്. നമുക്കിപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് ഈ ചുറ്റുവട്ടത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയോ ഒരു പാർട്ടിയോ വ്യക്തിയോ ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല. ഒന്നും നോക്കാതെ ശക്തമായിട്ട് തന്നെ നമ്മൾ ഈ നാട്ടിലത്തവർ ഇതിനെ എതിർക്കും തന്നെയാണ് ഞങ്ങളെ തീരുമാനം. ഞാനൊരു സ്ഥാനത്ത് പ്രവർത്തിക്കുന്നവരല്ല, പാർട്ടി നോക്കുന്നില്ല. ഇതിൽ നോക്കിയവരറിയാം നിങ്ങൾക്ക്. ഇതെല്ലാവർക്കും അവരെ ജീവനും മക്കൾക്കും ഒരു നാളേക്ക് വേണ്ടതെന്നില്ല ഒരു ചുറ്റുപാട് കൊണ്ടാണ് ഈ സമരത്ത് ഇങ്ങനെ നീങ്ങുന്നത്. ഈ നാരായണൻ ഈ 31 വാർഡിൽ പെടുന്ന ആളെയല്ല. എന്നിട്ട് അയാൾ നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യുമ്പോൾ നമ്മൾ 31 വാർഡിൽ ആരില്ലെന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. 31 വാർഡിലത്തെ ഒരാൾ നമുക്ക് സപ്പോർട്ടില്ല. 31 വാർഡിന്റെ അതിരിനാണ് ഇത് വരുന്നില്ല ഇതിന്, ഈ ടവർ നിർമ്മാണം. എന്നാൽ അതിരിന് വരുന്നുണ്ടെങ്കിലും ഈ 31 വാർഡിൽ കൗൺസിലർക്കെല്ലാം നമ്മൾ വോട്ട് ചെയ്ത് 31 വാർഡിലത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? 31 വാർഡിലത്തെ ഒരാളില്ലേ നമുക്ക് സപ്പോർട്ടിന്. അപ്പൊ ആരോട്, ഈ അധികാരികളോട് പറയേണ്ടത് നമ്മൾ എന്ത് പറയേണ്ടത്? നമ്മ ഈ പ്രദേശത്ത് എത്രത്തോളം വീടുകൾ? 625 വീടുണ്ട് ഈ ഭാഗത്ത് ഏകദേശം. വീട് മാത്രമല്ല, എല്ലാം ഉണ്ട്. നാൽക്കാലികളുണ്ട്, പക്ഷിമൃഗാദികൾ എല്ലാം ഉണ്ട്. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കർഷകരാന്നില്ലത്. ഈ ടവർ വരുന്നതോടെ ഏകദേശം നശിച്ചു പോകുന്നത് ഇതൊക്കെയാണ് ഈ ഭാഗത്ത്. നമ്മൾ ഈ ഭാഗത്ത് ഈ കൃഷിയും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്? ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇല്ല സാധനം തന്നെ. ഇപ്പൊ ഞാൻ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്. വേറെ ഒന്നും വെള്ളം നമ്മളെ ആവശ്യത്തിന് കഴിഞ്ഞിട്ട് ബാക്കിയിൽ ഞാൻ പുറത്ത് വെക്കുന്നതാണ്. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കർഷകരാന്നില്ലതും. ഈ ടവർ നിർമ്മാണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവരെയാണ്. ഇനി ഇല്ലതൊന്നും കർഷകർന്നെ ഈ നട്ട് നയിച്ച് അവരുണ്ടാക്കിയ സാധനങ്ങളല്ലേ ഏറ്റവും കൂടുതൽ പോകേണ്ടത്. ഈ ടവർ നിറയുമ്പോൾ ഇതിന്റെ റേഡിയേഷൻ കൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഈ കരിവളം എന്ന് പറഞ്ഞ നാട്ടിൽ തന്നെ അല്ല, ഈ ചുറ്റുവട്ടത്തിലൊന്നും ഉണ്ടാവില്ല. ഈ നട്ടാലും നയിച്ചാലും എല്ലാം നശിച്ചു പോകുന്നതിനോടെ. ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ലാതെ നമ്മൾ ആരോട് പറയേണ്ടുന്നില്ല അവസ്ഥയിലാണ് ഈ 31 വാർഡിൽ അവർ നിൽക്കുന്നത്. ഇപ്പം പറയാൻ ഒരാളില്ലാതെ. അതുകൊണ്ട് തന്നെ ഇടില്ലവർ ചുറ്റുവട്ടത്തിലെല്ലാം ജാതി മതവും നോക്കാതെ എല്ലാവരും. കലക്ടറെ കണ്ടു, പരാതി നൽകി. നിങ്ങൾക്ക് ഇതുവരെ നടപടി കളക്ടർ ഭാഗത്ത് അനുകൂലമായ നടപടി? ഒരു നടപടിയും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. കളക്ടർ ഭാഗത്തുനിന്നില്ല, ആരും ഭാഗത്തുനിന്നില്ല. ഒരു വാർഡ് കൗൺസിലറായിട്ട് ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു, വന്നിട്ട് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമ്മൾ ഇനി എന്താണ് ഇപ്പൊ പ്രതിഷേധം നടക്കുന്നത്? ഇനി ഏത് രീതിയിലാണ്? ഇനി ശക്തമായിട്ട് അവരിപ്പോ പറഞ്ഞു നാളെയും കൂടെ കഴിഞ്ഞാൽ അവർ വരുന്നു ടവർ നിർമ്മിക്കാന്ന്. മിനിയാന്ന് ഞങ്ങൾ വരുമ്പോ കുറച്ച് 5-6 ആളെ ഉണ്ടായിട്ട്, പെണ്ണുങ്ങളെ ഉണ്ടായിന്. ഞങ്ങൾ ശക്തമായിട്ട് അവരെ എതിർത്തു. അവർ കെട്ടിയ മുകളിൽ കെട്ടിയ അതെല്ലാം വലിച്ച് ഞങ്ങൾ താഴെ അവരെ കൊണ്ടാക്കിച്ചു. അന്നും നമ്മൾ വിളിച്ചിട്ട് ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അവരെ കെട്ടാതെ പോയി. ഇപ്പം നമുക്ക് ഇനി അവരെ പറഞ്ഞ് പോലീസിന്റെ വിഷയം നമുക്കധികം പറഞ്ഞില്ലേ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ 50,000 രൂപ കെട്ടാനാക്കും, നിങ്ങളെ പേരിൽ ക്രിമിനൽ കുറ്റം ആരോപിക്കുന്നെല്ലാം പോലീസർ പറഞ്ഞു. നമ്മൾ അതൊന്നും ഒരു വില വെക്കുന്നില്ല. ടവർ നിർമ്മാണം ഇനി വേണ്ടാന്നില്ല തീരുമാനത്തിൽ ഈ നാട്ടുകാർ ഒത്തു നിൽക്കുന്നു എല്ലാവരും. അത് ഈ ടവർ നിർമ്മാണം നടക്കുന്നതൊന്നും നമ്മൾ പരിസരവാസികൾ ആരും അറിഞ്ഞിട്ടില്ല. ഇതിപ്പം അവർ പറയുന്നത് എത്രയോ ആൾക്കാരെ കൺസെൻറ്റ് വാങ്ങിയിട്ടാണ് ഇവിടെ നിർമ്മാണം നടത്തുന്നതെന്നാണ്. പക്ഷെ നമ്മളിവിടെ തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കുന്നവരാണ്. നമ്മളെ അടുത്ത് ആരും കൺസെൻറ്റ് വാങ്ങാനോ ഒന്നിനും നമ്മളിത് അറിഞ്ഞിട്ടേ ഇല്ല. ഇന്ന് നിർമ്മാണം തുടങ്ങി അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ ടവറാണ് വരുന്നതെന്ന് പോലും അറിയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു രാത്രിക്ക് രാത്രി ഇത് നിർമ്മിച്ച് അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുക എന്നുള്ളത് നമ്മൾ പരിസരവാസികൾക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ ദൂഷ്യവശങ്ങളൊക്കെ. അപ്പോൾ അതിനെതിരെ തന്നെ സമരം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു പ്രദേശത്തെ ആകെയുള്ള ജനങ്ങളെ ആശങ്കയിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ടവർ നിർമ്മാണം. എന്തായാലും ഈ കാര്യത്തിൽ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും അടിയന്തരമായ ഈ നാട്ടുകാർക്ക് അനുകൂലമായ ഒരു നിലപാട് വേണം എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഒരു ചെറിയ ഇടവേള.
ടവർ നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ ജനത തീരുമാനിച്ചിട്ടുള്ളത്. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയരുന്നതും. എന്തായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഈ ഒരു ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പ്രതിസന്ധി? നേരത്തെ ഫസ്റ്റിന് ടീച്ചർ പറഞ്ഞതുപോലെ ചുറ്റുപാടും 6-7 ടവറുകൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു ടവർ, ഒരു സ്വകാര്യ വ്യക്തി ഒരു ടവർ സ്ഥാപിക്കുകയും അത് എന്ന് പറഞ്ഞാൽ ഒരു എയർടെലോ BSNLോ ഐഡിയോൻ്റെ ഒന്നും ടവറൊന്നല്ല, ഒരു സ്വകാര്യ കമ്പനി സ്ഥാപിക്കുന്ന ഒരു ടവറാണ്. അതിനകത്ത് അതിൻ്റെ റേഡിയേഷനോ മറ്റു കാര്യങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല. ഇവിടെ ഒരുപാട് കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവർ ഇത് വാടകയ്ക്ക് കൊടുക്കുകയും വലിയൊരു ഫ്രീക്വൻസി ഉണ്ടാക്കിയിട്ട് റേഡിയേഷൻ ഉണ്ടാക്കുകയും ചുറ്റുപാടുള്ള ജനങ്ങൾക്ക് വലിയൊരു വിപത്തിലേക്ക് ഉള്ളൊരു സാഹചര്യമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു 10-200ഓളം വീടുകൾ ഇതിൻ്റെ ചുറ്റുപാട് തന്നെ ഉണ്ട്. അതുകൂടാതെ ഒരു 15 സെൻറ്റിൽ 15-20 വീടോളം ഉള്ള ഒരു സുനാമി കോളനി ഉണ്ട്. കൂടാതെ തൊട്ടടുത്തൊരു 300 മീറ്ററിനകത്ത് ഒരു ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഉണ്ട്. അപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി എന്ന് പറയുന്നത്, സ്വകാര്യ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പിൻ്റെ ഉടമസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലൊന്നും ഇല്ല ആളല്ല. അപ്പോൾ അവരെ യാതൊരു കാരണവശാലും ബാധിക്കുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് അവർക്ക് ഇതിനോട് ഈ സമരത്തിനോട് നമ്മളോട് സഹകരിക്കാനോ ഒന്നിനും ഒരു ഇതില്ല. പക്ഷേ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ട്രായുടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് തന്നെയാണോ ഈ ടവർ ഇവിടെ വരുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ജനങ്ങൾ ഒരു പ്രക്ഷോഭത്തിൽ മുന്നോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ അധികാരികൾ ഇടപെട്ടിട്ട് ഇങ്ങനെ ഒരു ടവർ നിർമ്മാണം ഇനി മുന്നോട്ട് പോകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ കാര്യത്തിൽ ജില്ലാ കളക്ടറോടോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരോടോ അന്വേഷിച്ചപ്പോൾ നിങ്ങൾ എന്താണ് അവരിൽ നിന്ന് ലഭിക്കുന്ന മറുപടി? അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരുന്നത്. അപ്പോൾ കൂടുതൽ ഇനി നമ്മൾ സമരവും ഇതായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ബലമായി പോലീസിൻ്റെയും മറ്റ് സാഹചര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവിടെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനോടുകൂടി ടവർ നിർമ്മാണം ആരംഭിക്കുക എന്നാണ് നമുക്കറിയാം. അപ്പോൾ അനുമതി കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്തോ സമരം കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ടവറിന്റെ പരിപാടി തുടങ്ങി, അത് ബേസിങ് ഒക്കെ ഉണ്ടാക്കി വലിയൊരു മതിൽ കെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കെട്ടുന്നത് ടവറാണോ മറ്റു കാര്യങ്ങളാണോ എന്ന് നമുക്കറിയാതെ ടവറിന്റെ തൂണ് വന്നപ്പോഴാണ് ഇത് ടവറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് മാത്രമല്ല, ഇതൊരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കുന്ന ടവറാണ്. അതിന്റെ റേഡിയേഷൻ എത്രയാണ്, ജനങ്ങൾക്ക് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഒരുപാട് കർഷകരും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ എത്രത്തോളം അത് നമ്മളെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ടവർ നിർമ്മാണത്തിനെതിരെ ഞങ്ങൾ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു മാനദണ്ഡം പാലിക്കാതെയാണ് ഇവിടെ ടവർ നിർമ്മാണം നടക്കുന്നത്. ഇവിടെ ഒരു കോളേജുണ്ട്, തൊട്ടടുത്തൊരു നഴ്സറി സ്കൂളുണ്ട്, അതുകൂടാതെ ഒരുപാട് തെങ്ങ് പറമ്പുകളുണ്ട്, കർഷകരുണ്ട്, വയലുകളുണ്ട്. ഇതൊക്കെ അവർ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ടാണ് അധികാരികൾ ഇതിവിടെ ചെയ്യുന്നത്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വെച്ചാൽ ഒരു നമുക്കൊരു സഹകരണമായൊരു സമീപനം ഉണ്ടായിട്ടില്ല. അവർ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അവർ ഫോൺ പോലും എടുക്കില്ല. പക്ഷേ ഈ ടവറിൻ്റെ പണി നടക്കുമ്പോൾ 2 വണ്ടി പോലീസൊക്കെയാണ് ഇവിടത്തേക്ക് വരുന്നത്. അവർ നമ്മൾ കുറച്ച് പെണ്ണുങ്ങളൊക്കെ കൂടി അവരെ സ്ഥലത്തിൻ്റെ ഉടമയുടെ വീട്ടിലേക്ക് പോയിട്ടില്ലാകുമ്പോൾ അവർ പറഞ്ഞ് എല്ലാവർക്കും പൈസ കൊടുത്തിട്ടുണ്ട്, എന്താ ഈ ടവർ നമ്മൾ നിർമ്മിക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ഈ എന്ത് വന്നു കഴിഞ്ഞാലും ഈ ടവർ നിർമ്മാണം നമ്മൾ തടയും. അതിന് എന്ത് നമുക്ക് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ഈ ടവർ നിർമ്മാണം തടയുന്നതായിരിക്കും. സാധാരണ പല ഭാഗങ്ങളിലും ടവർ സാധാരണ നിർമ്മിക്കാറുണ്ട്. ഇത് ഒരുപാട് ടവറുകളുണ്ട്. ഇവിടെ എന്താണ് ഈ ടവർ വരുമ്പോൾ പ്രതിസന്ധി ഉണ്ടാവും? ഇതൊരു സ്വകാര്യ കമ്പനി, നമ്മൾ അറിഞ്ഞത് ഒരു സ്വകാര്യ കമ്പനി ഇതാണ് അറിഞ്ഞത്. വെച്ചാൽ ഒരു മൊബൈലിൻ്റെ അതൊന്നല്ല, എത്ര കമ്പനി ഉണ്ടോ അവർക്കൊക്കെ വാടക കൊടുക്കുന്ന അതാണ് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ആശങ്ക ഇതിലുള്ളത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു ഇതാണ് അവർ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. അത് നമുക്കറിയാൻ പറ്റിയത് എത്ര 10, 15, 20 തവണ അവർ ചെയ്യും, വാടക വാങ്ങിയിട്ട് ചെയ്യും. അതാണ് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആശങ്കയുള്ളത്. ഇപ്പോൾ ഇവർ പറഞ്ഞ അതേ ബുദ്ധിമുട്ട് തന്നെ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, പിന്നെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട്. ഇതെല്ലാം ഈ പരിസരത്തായിട്ടുള്ള പിന്നെ അമ്പലങ്ങൾ, പിന്നെ ഹോസ്പിറ്റൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ. ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ റേഡിയേഷൻ കാരണം പല ബ്രെയിൻ ട്യൂമർ, ഹെഡ് ഏക്ക്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നില്ലേ. അപ്പോൾ ഇതിങ്ങനെ വരുന്ന കാരണം കൊണ്ട് ഈ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇവരെല്ലാം പറഞ്ഞു പോയ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ പ്രധാനമായിട്ട് പറഞ്ഞ ട്രായിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഈ ടവറിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പോൾ അതും കൂടി ഒന്ന് പരിശോധിക്കണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഈ ടവർ വരുന്നത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഈ ടവർ ഇത്ര വരെ 4 തൂണ് ഉയർന്നതിന് ശേഷമാണ് നമ്മളിത് അറിയുന്നത്. ഇത് ഇവിടെയുള്ള എല്ലാവർക്കും ആരോഗ്യപരമായിട്ടും വ്യക്തിപരമായിട്ടും എന്ത് കാരണമായാലും ഈ ടവർ ഇവിടെ വരാൻ
വന്നുകൂടാന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. അതുകൊണ്ട് ഇതിനെതിരെ എന്തായാലും ഇവിടെ എതിർക്കാൻ എല്ലാ ജനങ്ങളും, വിഭാഗത്തുള്ള എല്ലാ ജനങ്ങളും സംഘടിച്ച് സമരം ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വീട് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ്. കാരണം ഈ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത് എൻ്റെ ഒരു ബന്ധു കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമ. എന്നിരുന്നാലും ഇതിനിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ സംസാരിച്ച് രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് വിളിച്ചിട്ട്, ഈ സ്ഥലം ഉടമ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ പോലും ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം വീടുകൾ ഈ പ്രദേശത്തുണ്ട്? ഈ ടവറിന് എത്രത്തോളം ഒരു 250 വീട് എന്തായാലും ഉണ്ടാവും. അതെല്ലാവരും അസുഖം ബാധിച്ച ഒരുപാട് കുട്ടികൾ ഇതിനടുത്ത് തന്നെ ഉണ്ട്. അതുമാത്രമല്ല വയസ്സായ ആൾക്കാർ ഒരുപാടുണ്ട്. ഇത് കൂടുതൽ ക്യാൻസർ, അതായത് ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് ക്യാൻസർ ഉണ്ടാക്കുന്ന രീതിയിൽ വരും. പിന്നെ തലവേദന ഉണ്ടാക്കാം, ഉറക്കമില്ലായ്മ ഉണ്ടാക്കാം, അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ അതിനൊക്കെ പുറമെയായിട്ട് ക്രോമസോം വൈകല്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ക്രോമസോം വൈകല്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളുടെ മാത്രമല്ല, പക്ഷികളിലായാലും മറ്റിപ്പം നമ്മൾ വളർത്തുമൃഗങ്ങളിലായാലും ഒക്കെ അകാലമായിട്ട് അതിൽ സംഭവിക്കുന്ന മരണമായാലും അതിൻ്റെ പ്രസവമായാലും അതിൽ കുഞ്ഞുങ്ങളുണ്ടാകാത്ത സ്ഥിതിയായാലും അത് ആരിലായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇപ്പം തന്നെ നമുക്ക് പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മൾ കാണുന്നത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ അത്തരം കുട്ടികളെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വികിരണങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാകാം. ഈ കാർഷിക മേഖലയെ ഇത് എത്രത്തോളം ബാധിക്കും? കാർഷിക മേഖലയെ, അതായത് കൂടുതൽ തെങ്ങ്, മറ്റ് പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സാധാരണ നാട് തന്നെയാണ് നമ്മളുടേത്. ഇപ്പം മറ്റുള്ള പച്ചക്കറികളൊക്കെ തന്നെ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ കൂടുതൽ ചൂടാകുമ്പോൾ ജലക്ഷാമം വരുന്ന ആ രീതിയിലേക്ക് വരാം, ഒക്കെ നശിക്കുന്ന രീതിയിലേക്ക് തന്നെ വരും. കാരണം ആൾക്കാർ ഇനി ഇതിവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വരുമ്പോൾ ഇവിടെ കൃഷിയും സ്വാഭാവികമായിട്ട് ഇല്ലാതെ വരും. പൊതുവെ തന്നെ ഇപ്പോഴത്തെ തെങ്ങിലൊക്കെ തന്നെ ഇപ്പം തന്നെ കുറഞ്ഞു വരുന്നുണ്ട്. ഇനി ഒന്നുമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് തന്നെ ഇവിടെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി ഉണ്ടാവില്ല. അതായത് ഒരു ഞാനൊരു ടീച്ചറായതുകൊണ്ട്, ഞാനൊരു ബയോളജി ടീച്ചറായതുകൊണ്ട് പറയാണ്, ഒരു ആവാസ വ്യവസ്ഥയിൽ ഒരു കണ്ണി ഇല്ലാതായാൽ തന്നെ അത് മൊത്തം ആവാസ വ്യവസ്ഥയെ ഇല്ലാതാക്കും. അപ്പോൾ അത് മനുഷ്യരാശിക്ക് മാത്രമല്ല മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമായിട്ട് തന്നെ മാറും. സർക്കാരിനോട് പറയാനുള്ളത്, സാധാരണ ജനങ്ങൾ നമ്മളൊരു നിവേദനം നൽകി കാസർഗോഡ് ജില്ലാ കളക്ടർക്ക്. അപ്പോൾ കളക്ടർ നമ്മളടുത്ത് പറഞ്ഞത്, ADM ആണ് ഈ ടവറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ADM. അദ്ദേഹം നമ്മളടുത്ത് പറഞ്ഞത്, നിങ്ങളെ ഹിയറിങ്ങിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ ഭാവി പരിപാടികൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ നിന്ന് പിരിഞ്ഞു വന്നത്. പക്ഷേ കളക്ടർ ഏകപക്ഷീയമായി ഞങ്ങളാരും അറിയാതെ തന്നെ മൊബൈൽ കമ്പനിക്ക് അനുകൂലമായ ഉത്തരവ് ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ കമ്പനികൾ പോലീസിൻ്റെ അനുമതിയോടുകൂടി വന്ന്, പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വന്ന് ഇവിടെ ടവർ നിർമ്മാണം ആരംഭിക്കുകയാണ് ചെയ്തത്. ശരിക്കും സാധാരണ ജനങ്ങളോടൊപ്പമാണ് സർക്കാരും ഭരണാധികാരികളും നിൽക്കേണ്ടത്. ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ജനങ്ങളെ യാതൊരു വില കൽപ്പിക്കാതെ, മനുഷ്യജീവന് വില കൽപ്പിക്കാതെ ഈ മുന്നോട്ട് പോകുന്ന ഈ ഭരണാധികാരികളോട് അതിയായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം നഗരസഭ ചെയ്യുന്നത്. നഗരസഭയിൽ നിന്ന് യാതൊരുവിധ അനുമതിയും നേടിയിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞത്, അല്ലെങ്കിൽ സർക്കാരിനെ, കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചത് മൊബൈൽ കമ്പനികൾ നഗരസഭയിൽ നിന്നും NOC ലഭിച്ചു എന്നാണ്. പക്ഷേ ഈ നിമിഷം വരെ നഗരസഭയിൽ അപേക്ഷ കൊടുക്കുകയോ NOC ലഭ്യമാക്കുകയോ ചെയ്തിട്ടില്ല. ആയതിനാൽ എല്ലാ നിയമവശങ്ങളും പരിശോധിച്ചതിന് ശേഷം നിയമ നടപടികളോടുകൂടി ഞങ്ങൾ ഈ മൊബൈൽ ടവർ നിർമ്മാണം തടയുന്നതായിരിക്കും. അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളതെന്ന് വെച്ചാൽ, ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഈ ടവർ നിർബന്ധമായും ഇത് ഒഴിയണം. അതുപോലെ തന്നെ വേറെ ജനവാസം ഇല്ലാത്ത പ്രദേശം ഈ ഭാഗത്ത് തന്നെ ഇഷ്ടം പോലെയുണ്ട്, വയൽ പോലെയില്ല. അത് ആ ഭാഗത്ത് മാറ്റുന്നോ ഒന്നും അക്കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. നമ്മുടെ ഈ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് ഈ ടവർ ഇത് ഉന്മൂലനം ചെയ്യുന്നത് വരെ ഞങ്ങൾ ഈ സമരമുഖത്തുണ്ടാകും. ഈ ഭരണാധികാരികൾ ജനങ്ങളോട് ഒരു വെല്ലുവിളിയോടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് എന്തായാലും അവസാനിപ്പിക്കണം. പിന്നെ ഒന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തെങ്ങ് കൃഷിയാണ്, കൂടുതലായി തെങ്ങ് കൃഷിയെ കാര്യമായി ബാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകളും പച്ചക്കറിയായാലും അതുപോലെയില്ല, അതെല്ലാം എന്തായാലും ബാധിക്കും. അത് ഒരു വളരെ ശരിയായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് കൂടുതൽ ഒന്നും പറയാനില്ല. എന്തായാലും പിന്നെ ഭരണാധികാരികൾ കുത്തക മുതലാളിമാർ ഒന്നിച്ചാണല്ലോ ഭരണാധികാരികൾ.
അത് എല്ലായിടത്തും ഇല്ല തന്നെ. ചില്ലറ മേടിച്ചിട്ട് കാര്യങ്ങൾ നടത്തുന്നു. അതുപോലെ ഇതുവരെ അത് തന്നെ നടന്നത്. ഒരു കുഞ്ഞു പോലും ഈ ഭാഗത്തിലെ ഒരു കുഞ്ഞു പോലും ഇത് ആദ്യം ഈ ടവർ വരുന്നതൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ പൊന്തൊന്ന് തൂണ് എന്തെന്ന അവസ്ഥ. അപ്പം ജനങ്ങൾ അറിയണ്ടേ? ജനങ്ങൾ അറിയാതെ ഇവരെ കുത്തക മുതലാളിമാർ ഒന്നിച്ച് ഭരണാധികാരിയും പോലെ ഇതാണോ ജനാധിപത്യ വ്യവസ്ഥ? ഞങ്ങളുടെ 10-16 കുടുംബങ്ങൾ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സുനാമി കോളനി ഇവിടെ ഉണ്ട്. ആ ടവറിൻ്റെ അടുത്താണ് ഈ ടവറിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാകുന്നത് മത്സ്യത്തൊഴിലാളികളായതുകൊണ്ട്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടാനുള്ള? എന്താണ് ഈ ടവർ ഇവിടുന്ന് മാറ്റി താമസിക്കണം എന്താണത്? കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണത്. അത് ഇല്ലാത്ത സ്ഥലത്ത് പാർപ്പിക്കുകയോ അത് ചെയ്യുകയോ ടവർ നിർമ്മിക്കുകയോ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടുന്ന് ഒരു 150 മീറ്റർ അകലെയാണ് സുനാമിക്ക്. 33 സെൻറ്റിൽ 36 വീടാണ് ഉള്ളത്. അതേപോലെ തന്നെയാണ് ഒരു 500 മീറ്റർ അകലെയാണ് ആയുർവേദ ഹോസ്പിറ്റൽ. ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലാണ് ഇവിടെ ഉള്ളത്. ജില്ലാ ആയുർവേദ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കിടത്തി ചികിത്സിക്കുന്ന രോഗികൾ താമസിക്കുന്നതാണ്. നിരന്തരം അവിടെ പോയാൽ അവിടുത്തെ അവസ്ഥ, ഓരോ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയും നമുക്ക് ഹോസ്പിറ്റലിൽ നേരിട്ട് പോയാൽ അറിയാം. വെളിപ്പാടകലെയാണ് ഹോസ്പിറ്റൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഹോസ്പിറ്റൽ നിൽക്കുന്നു, അതുപോലെ ഇവിടെ പൂരക്കളി അക്കാദമി ഉണ്ട് പ്രവർത്തിക്കുന്നു. ആ പൂരക്കളി അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ആ അക്കാദമിക്കകത്ത് ഒരുപാട് പൂരക്കളി കലാകാരന്മാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ തൊഴിലിന് വേണ്ടി അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ആ കലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അക്കാദമി അടിയന്തരമായി എന്താണ് ആവശ്യപ്പെടുന്നത്? അടിയന്തരമായിട്ടും ഇത് നിർത്തിവെക്കണം എന്നുള്ളതാണ്. ഇത് നിർത്തിവെക്കണം എന്നല്ല, ഇത് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ഇവിടുത്തെ ജനത്തിൻ്റെ നിലപാട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് ജാതിമത വർണ്ണ ചിന്തകൾക്ക് അതീതമായിട്ടാണ് ഇവിടെ പ്രക്ഷോഭം നടക്കുന്നത്. നമ്മൾക്ക് മനസ്സിലാവും. നിങ്ങളൊരു മാധ്യമ പ്രവർത്തകൻ എന്നതിൽ ഈ പ്രദേശത്ത് വന്നപ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്നെ ഇവിടെ 100 ഈ പ്രദേശത്ത് 250 കുടുംബങ്ങളുണ്ടോ, ആ 250 കുടുംബത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഓരോ പ്രതിനിധിയെങ്കിലും ഇവിടെ പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നാട്ടിൽ ആർക്കും വികസനം എതിരല്ല, വികസനം ആവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടവറിൻ്റെ യൂണിറ്റിൻ്റെ ഈ ഗ്രാമപ്രദേശത്തിൻ്റെ വെളിപ്പാടകലെ നിലവിൽ 7 ടവറുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7 ടവറുകൾ പ്രവർത്തിക്കുന്നവർക്ക് വീണ്ടും ഒരു ടവറിൻ്റെ ഒരു ആവശ്യകത ഉണ്ട്. അപ്പോൾ അനാവശ്യമാണ് ഈ ടവർ തികച്ചും അനാവശ്യമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ്. അധികാരികൾ കണ്ണു തുറക്കേണ്ടതുണ്ട്. അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ഈ പ്രക്ഷോഭം ഈ രീതിയിലല്ല. ഇത് 5-ാം തീയതി വരെയാണ് സർക്കാർ സമയം തന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെക്കാട്ടി ഈ സമൂഹത്തിൻ്റെ ഈ നാടിൻ്റെ ഒരു ജനകീയ സമരമായി ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ കുഞ്ഞുകുട്ടികളെ ഉൾപ്പെടെ ആബാലവൃദ്ധം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ സമരം നമ്മൾ ഏറ്റെടുത്ത് നടത്തും. ആ രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് സർക്കാർ അതിനെ തടയിടേണ്ടതായിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഇവിടെ നാട്ടുകാർ ഒരുങ്ങുന്നത്. ഏതായാലും വലിയ ക്രമസമാധാന പ്രശ്നത്തിന് കൂടിയാണ് ഇത് വഴിവെക്കുന്നത്. ഈ പ്രശ്നത്തിൽ അടിയന്തരമായ പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. ഇതിനായി ജില്ലാ കലക്ടർ ഉൾപ്പെടെ മുൻകൈ എടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ. പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.